അപ്പോൾ അടുത്തതായിട്ട് ഓരോ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഓരോ ഇക്വേഷൻസ് ഇവിടെ എങ്ങനെ മാറുന്നു, ഇവിടെ എങ്ങനെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫൈനൽ ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ XYZ ടേംസിലുള്ള ഇക്വേഷൻസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ ആദ്യം തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ 2 ഡയമെൻഷനിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇതായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്യാണ്, ഇത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് എക്സ്, അതാണ് ആദ്യത്തെ ടേം ഡോ ബൈ ഡോ എക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുമ്പോൾ മാത്രം സാധാരണ ഡോ ബൈ ഡോ എക്സ് വന്നാൽ അതിന് പകരമായിട്ട് ഡോ ബൈ ഡോ ആർ എഴുതുക എന്നുള്ളതാണ് നമ്മൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഡോ ബൈ ഡോ എക്സ് എഴുതുമ്പോൾ അതിന് പകരമായിട്ട് ഡോ ബൈ ഡോ ആർ എന്ന് മാത്രമല്ല, ഒരു ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഒരു ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിങ്ങനെ തന്നെ ചെയ്യണം. 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ ഇൻറ്റു സംതിങ്, അങ്ങനെയാണ് വരുന്നത്. ഡോ ബൈ ഡോ എക്സിന് പകരമായിട്ട് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഇൻറ്റു സംതിങ്. ഡോ ബൈ ഡോ എക്സിനെ ഇക്വിലിബ്രിയം ഇക്വേഷൻസിൽ വരുമ്പോൾ മാത്രം ഇങ്ങനെയാണ് മാറ്റേണ്ടത്. അല്ലാത്തപ്പോൾ എപ്പോഴും ഡോ ബൈ ഡോ ആർ എന്ന് വെറുതെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അതങ്ങനെ മാറ്റണം. അത് കഴിഞ്ഞ് ഡോ ബൈ ഡോ വൈ വരുമ്പോൾ അത് ഡോ ബൈ ഡോ തീറ്റ ആയിട്ടാണ്, ഡോ ബൈ ഡോ വൈ എന്നുള്ളത് ഡോ ബൈ ഡോ തീറ്റ ആയിട്ടാണ് മാറ്റേണ്ടത്. അപ്പം തൊട്ട് മുമ്പേ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ഡോ ബൈ ഡോ തീറ്റ വരുമ്പോൾ അതിൻ്റെ കൂടെ 1/r വരണം. അത് കൂടാതെ ആറ് ഡിനോമിനേറ്റർ വരുന്ന മറ്റൊരു ടേം കൂടെ വരണം. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡോ ബൈ ഡോ എക്സിന് പകരം നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഡോ ബൈ ഡോ എക്സിന് പകരം ഇങ്ങനെ എഴുതി സിഗ്മ എക്സ് എസിന് പകരം സിഗ്മ RR എഴുതി. അത് കഴിഞ്ഞ് ഡോ ബൈ ഡോ വൈക്ക് പകരം ഡോ ബൈ ഡോ തീറ്റ ഇൻറ്റു 1/r, അത് വരുന്നത് ടൗ തീറ്റ ആറാണ് അവിടുത്തെ സ്ട്രെസ്സായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ടേം, ആറ് ഡിനോമിനേറ്റർ മറ്റൊരു ടേം വരും എന്ന് ഞാൻ പറഞ്ഞു. അതെന്ന് വെച്ചാൽ മൈനസ് സിഗ്മ തീറ്റ തീറ്റ ബൈ ആർ. അപ്പോൾ ഇവിടെ ഈ മൈനസ് സിഗ്മ തീറ്റ ബൈ ആർ എന്നുള്ളത് മൈനസ് ഓഫ് സിഗ്മ തീറ്റ എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും അവസാനത്തെ ടേം എന്ന് വെച്ചാൽ BX പകരം BR എന്ന് എഴുതി =0. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. അടുത്തതിലും അതുപോലെ ഡോ ബൈ ഡോ എക്സ് ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ടൗ XY ആണ്. അതിന് പകരം ഇവിടെ 1/r ഇൻറ്റു ഡോ ബൈ ഡോ ഓഫ് ആർ ഇൻറ്റു ടൗ ആർ തീറ്റ. അതുപോലെ ഇവിടെ ഡോ ബൈ ഡോ വൈ ഇൻറ്റു സിഗ്മ വൈ എന്ന് എഴുതിയ പോലെ തന്നെ അതിന് പകരമായിട്ട് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ. ഡോ ബൈ ഡോ തീറ്റ ആയതുകൊണ്ട് 1/r. ഇവിടെ ഡോ ബൈ ഡോ തീറ്റ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ടേം കൂടെ വേണം, ആറ് ഡിനോമിനേറ്റർ ഉള്ളത്. ഇവിടെ അത് വരുന്നതെന്ന് വെച്ചാൽ ടൗ ആർ തീറ്റ ബൈ ആർ ആണ്. BYക്ക് പകരം B തീറ്റ =0. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതിൻ്റെ ഡെറിവേഷനുണ്ട്, അത് വളരെ ടഫായിട്ടുള്ള ഡെറിവേഷനാണ്. അത് തൽക്കാലത്തേക്ക് ഞാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഫൈനൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ഓർക്കുക. ഡോ ബൈ ഡോ എക്സിന് പകരം ഇങ്ങനെ വരുന്നു. ഡോ ബൈ ഡോ വൈക്ക് പകരം 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ, അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ടേം ആയിട്ട് ആറ് ഡിനോമിനേറ്റർ വരുന്ന ടേം. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ, ഇവിടെയുള്ള 3 ടേംസിനും, ഈ ഇക്വേഷൻസിലുള്ള 3 ടേംസിനും 6 ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ 1/r വരുന്നുണ്ട്, ഇവിടെ 1/r വരുന്നുണ്ട്, ഇവിടെ ആറ് സിഗ്മ തീറ്റ ബൈ ആറ് വരുന്നുണ്ട്. ഈ B വരുന്ന ടേമിന്, അതായത് ബോഡി ഫോഴ്സ് ടേംസിന് മാത്രം, അവിടെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ മൊഡ്യൂളിൽ BX BY എന്ന് പഠിച്ച സ്ഥാനത്ത് ഇവിടെ BR B തീറ്റ, അതിന് മാത്രം 6 ഡിനോമിനേറ്റർ വരുന്നില്ല. അപ്പോൾ ഈ ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇവിടെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ എയറി സ്ട്രെസ് ഫംഗ്ഷൻ. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ സിഗ്മ XX ഡോ സ്ക്വയർ 5/ഡോ y² എന്നും സിഗ്മ YY ഡോ സ്ക്വയർ 5/ഡോ x² എന്നും ടൗ XY മൈനസ് ഡോ സ്ക്വയർ 5/ഡോ എന്നും പഠിച്ചു. അപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് വരുന്നത് സിഗ്മ XX പകരം സിഗ്മ RR ഡോ സ്ക്വയർ 5/ഡോ y². ഡോ സ്ക്വയർ 5/ഡോ y² എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ 5/ഡോ തീറ്റ² എന്നാണ് അതിന് പകരം വരുന്നത്. അപ്പോൾ തീറ്റ² എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഡിനോമിനേറ്ററിൽ R² കൂടെ വന്നേ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്ട്രാ ടേം കൂടെ വന്നേ പറ്റൂ. 6 ഡിനോമിനേറ്റർ വരുന്ന ഒരു ടേമാണ്. അപ്പോൾ 1/r ഇൻറ്റു ഡോ 5/ഡോ ആർ. ഇത് നിങ്ങൾ
പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഡോ ഫൈ ബൈ ഡോ ആർ. സിഗ്മ വൈ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അതിന് വലിയ മാറ്റമൊന്നുമില്ല. സിഗ്മ തീറ്റ തീറ്റ ഈക്വൽ ടു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ. ഇവിടെ ടൗ എക്സ് വൈ ഇങ്ങനെ എഴുതിയത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതായത് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ഡോ ബൈ ഡോ എക്സ് എന്നുള്ളത് പുറത്ത് മൈനസ് ഡോ ബൈ ഡോ ആർ എന്ന് എഴുതിയാൽ മതി. ഡോ ഫൈ ബൈ ഡോ വൈ എന്നുള്ളത് 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ തീറ്റ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഇപ്പം ഇതിൻ്റെയും ഡെറിവേഷൻ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ ഉണ്ടാവും. പക്ഷെ അത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനി ഒരുപാട് വലിയ ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം തൽക്കാലത്തേക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് കഴിഞ്ഞ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് അറിയാം. ഇവിടെയും അതിനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൻ്റെ ഡെറിവേഷൻ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. ഇനി സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ക്വസ്റ്റൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനം ഡെറിവ് ചെയ്ത് സ്ട്രെസ് കോമ്പാറ്റബിലിറ്റി ക്വസ്റ്റൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം വീണ്ടും അവിടത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ സ്ക്വയർ 4⁵ എന്നായിരുന്നു. ഇവിടെയും അവിടെ തന്നെ പ്ലെയിൻ സ്ട്രെസ്സിലും പ്ലെയിൻ സ്ട്രെയിനിലും ഡെൽ സ്ക്വയർ 4⁵, ഡെൽ റേസ് ടു 4 എന്ന് തന്നെയാണ് രണ്ടും LHS വരുന്നത്. ഇവിടെയും ഇവിടെ തന്നെയാണ് ഡോ ബി എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബി വൈ ബൈ ഡോ വൈ എന്ന് എഴുതിയ സ്ഥാനത്ത് മാത്രം അതിങ്ങനെ ചേഞ്ച് ചെയ്യും. അതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഡോ ബി എക്സ് ബൈ ഡോ എക്സിന് പകരം ഡോ ബി ആർ ബൈ ഡോ ആർ, ഡോ ബി വൈ ബൈ ഡോ വൈക്ക് പകരം 1/r ഡോ ബി തീറ്റ ബൈ ഡോ തീറ്റ. അതെങ്ങനെ വന്നു? ഡോ ബൈ ഡോ വൈ വരുമ്പോൾ ഡോ ബൈ ഡോ തീറ്റ എന്ന് എക്സ്ട്രാ ആയിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ 6 ഡിനോമിനേറ്റർ വരും. അപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് 6 ഡിനോമിനേറ്റർ മറ്റൊരു ടേം കൂടെ വരും, ബി ആർ ബൈ ആർ. അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പ്ലെയിൻ സ്ട്രെസ് പ്ലെയിൻ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പം വീണ്ടും ബോഡി ഫോഴ്സ് ടേംസ് 0 ആണെങ്കിൽ ഡെൽ റേസ് ടു 4 ഈക്വൽ ടു 0 എന്നാവും. ഇത് രണ്ടും ഡെൽ റേസ് ടു 4 ഈക്വൽ ടു 0. അപ്പം ഇവിടെ ഒരു റീമൈൻഡ് ഞാനൊന്ന് ഇതാക്കുകയാണ്. എവിടെയൊക്കെ ഇതുവരെയുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചത് എവിടെയൊക്കെ ഡോ ബൈ ഡോ എക്സ് വരുന്നോ അതെല്ലാം ഡോ ബൈ ഡോ ആർ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. എവിടെയൊക്കെ ഡോ ബൈ ഡോ എക്സ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു അവിടെയൊക്കെ ഡോ ബൈ ഡോ ആർ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുമ്പോൾ മാത്രം ഡോ ബൈ ഡോ എക്സിനെ 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ എന്ന രീതിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് ആദ്യം ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അകത്ത് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതങ്ങനെ തന്നെ എഴുതണം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഡിറൈവ് അങ്ങനെയൊന്നും ചെയ്ത് മാറ്റിക്കളയരുത്. ഇങ്ങനെ തന്നെ 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ആർ എന്ന് തന്നെ എഴുതണം. അതിന് ഡോ ബൈ ഡോ വൈ എവിടേക്ക് വരുന്നുണ്ടോ അവിടേക്ക് 1/r ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1/r ഇൻറ്റു സംതിങ് അങ്ങനെ വരും. അപ്പോൾ 6 ഡിനോമിനേറ്ററിൽ വരുന്ന 2 ടേം വരും. അതിലൊന്നെന്ന് വെച്ചാൽ ഡോ ബൈ ഡോ തീറ്റയുടെ കൂടെ 6 ഡിനോമിനേറ്റർ വരും. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ മൈനസ് സിഗ്മ തീറ്റ ഇൻറ്റു ആർ അല്ലെങ്കിൽ ടൗ ആർ തീറ്റ ബൈ ആർ അങ്ങനെ വരും. എന്തെങ്കിലും ഒരു ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ 6 വരുന്ന ഒരു ടേം. അപ്പോൾ എവിടെയൊക്കെ ഡോ ബൈ ഡോ വൈ വരുന്നു അവിടെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യണം. അതുപോലെ എവിടെയൊക്കെ ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ വരുന്നോ അവിടേക്ക് എന്ത് ചെയ്യണം? ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയറിൻ്റെ കൂടെ ആർ സ്ക്വയർ ഡിനോമിനേറ്റർ വരണം. അതുപോലെ 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആറും വരണം. 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ. ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ വരുന്ന സ്ഥലത്തെല്ലാം ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ 1/r സ്ക്വയർ അവിടെ വരണം. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇത് വരണം. ഇത് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എവിടേക്ക് വരുന്നു അവിടേക്ക് ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ എന്ന് മതി. അപ്പോൾ ഈ ഒരു ലോജിക്ക് വെച്ച് ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്, പ്ലസ് ഡോ സ്ക്വയർ പ്ലസ് ഡോ വൈ സ്ക്വയർ ആണെന്നും നമുക്ക് കഴിഞ്ഞ മൊഡ്യൂളിൽ നിന്ന് അറിയാം. അതിനെങ്ങനെ റീപ്ലേസ് എന്ന് വെച്ചാൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു അതിനെ നമ്മൾ ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ എന്നുള്ള ടേമിലേക്ക് മാറ്റി. ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ എന്നുള്ളത് ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ. അപ്പം ഇതിന് പകരം ഇത് രണ്ടും വരും. അപ്പോൾ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. ഇനി ഡെൽ റേസ് ടു 4 വരുന്നത് എന്തായിരിക്കും? അപ്പോൾ ഡെൽ റേസ് ടു 4 ഈക്വൽ ടു ഡെൽ സ്ക്വയർ ഇൻറ്റു ഡെൽ സ്ക്വയർ 5. അതായത് ഡെൽ സ്ക്വയറിൻ്റെ ടേം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു. ഇവിടെ നോക്കി ഡെൽ സ്ക്വയർ ഇതാണ് വരുന്നത്. അത് തന്നെ 2 പ്രാവശ്യം ചെയ്യണം. അതായത് ഡോ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു 5 ആണ് അവസാനം വരുന്നത്. അപ്പം ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എന്നാലും നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലമൊക്കെ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇങ്ങനെയാണ് ബേസിക് ഇക്വേഷൻസ് എല്ലാം
പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കാനും പഠിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ഇക്വേഷൻ എഴുതി ബൈ ഹാർട്ട് ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ് ഈ മൊഡ്യൂളിലേക്കുള്ള. ഇനി നമ്മൾ ധാരാളം ഡെറിവേഷൻസ്, വളരെ ലെങ്ത് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ പഠിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു.